അതേപോലെ സീതയുടെയും രാമൻ്റെയും മഹത്വം ഏറ്റവും ഉയർത്തി കാണിക്കുന്ന ഒരു രംഗമാണ് വാസ്തവത്തിൽ ഈ സീതാസ്വയംവരം രംഗത്തിൽ കൂടി. സീത ജനകൻ്റെ രാജധാനിയിൽ വളർന്നു വന്ന രാജകുമാരിയാണ്. ജനകൻ്റെ രാജധാനി ഭാരതത്തിലെ എല്ലാ ഋഷിമാരുടെയും, ഒരു വാക്ക് അവിടെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, എല്ലാ ഋഷിമാരുടെയും പാഠശാലയായിരുന്നു ജനകൻ്റെ രാജധാനി. അവിടെ എന്നും ധാരാളം വേദാന്ത ചർച്ചകൾ നിരന്തരമായി നടന്ന സ്ഥലമാണ്. സീത അവിടെ നിന്നാണ് വളർന്നു വന്നത്. ഇത് കേട്ട് പഠിച്ചു വളർന്നു വന്ന ഒരു സംസ്കാരം സീതയിലുണ്ട്. അതുകൊണ്ടാണ് മിഥിലയിൽ നിന്നും അയോധ്യയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അതിനെയൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു കരുത്ത് മനസ്സിനുണ്ടാക്കിയെടുത്തത് ചെറുപ്പത്തിൽ കിട്ടിയ ആത്മവിദ്യയുടെ പാഠമാണ്. നമ്മുടെ കുട്ടികൾ സീതയെപ്പോലെ ആയില്ലെങ്കിലും കുറച്ചെങ്കിലും ആത്മവിദ്യയുടെ പാഠം നമ്മുടെ ഗുരുകുലങ്ങളിൽ നിന്നും കൊടുക്കാൻ സാധിച്ചാൽ ഇവരുടെ ജീവിതത്തെ എത്ര വലിയ അനുഭവങ്ങൾ വന്നാലും അതിനെ സമീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് ഇവർക്കുണ്ടാക്കിയെടുക്കും. ആ ഒരു മനോഹരമായ ആശയം നമുക്ക് ഈ കഥാഭാഗത്തു നിന്നും കിട്ടി. ഇതാണ് സീതാസ്വയംവരത്തിൻ്റെ ഏറ്റവും മഹത്തായ ആദർശം എന്ന് തിരിച്ചറിയാൻ ആധുനികരായ കുട്ടികൾ തയ്യാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.